ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്ന എൻ്റെ ഒരു റെസിപ്പിയാണ് സോയയുടേത്. ഇത് ഞാൻ കെറ്റിലാണ് ഉണ്ടാക്കിയത്. ഇവിടെ ഗ്യാസ് ഇല്ലായിരുന്നുകൊണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്. അതിട്ടതിന് ശേഷം ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, പിന്നെ 1 ടേബിൾ സ്പൂൺ ഓഫ് സോൾട്ട്, പിന്നെ ഒരു സ്പൂൺ ഓഫ് ചില്ലി, പിന്നെ അതിനുശേഷം ഞാനൊരു സ്പൂൺ മസാലപ്പൊടി ഇട്ടു. അതിനുശേഷം ഈ ഒരു സവോള നന്നായിട്ട് വേവുന്ന വരെ അതിട്ട് ഇളക്കിയതിന് ശേഷം നേരത്തെ നമ്മൾ സോയ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ചൂടുവെള്ളത്തിലാണെങ്കിലും സോയ സോക്ക് ചെയ്ത് വെക്കാം. അതിനുശേഷം ചൂടുവെള്ളത്തിൽ വെക്കുമ്പോഴേക്കും കുറച്ചുകൂടെ നമുക്ക് കുക്കായിട്ട് കിട്ടും. അതിനുശേഷം അതിട്ട് ഈ മസാല ഒന്ന് നന്നായിട്ട് പിടിക്കുന്നവരെ അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് ഇളക്കി ഒരുവിധമായി എന്ന് കാണുമ്പോഴേക്കും നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്നുകൂടെ നന്നായിട്ട് കുക്കാവാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അത് വേവിക്കാൻ വെക്കാം. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം ഡ്രൈ ആയിട്ടാണ് അത് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു വാട്ടർ കണ്ടൻറ്റ് മൊത്തത്തിൽ പോകുന്നവരെ വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ അത് നന്നായിട്ട് തിളച്ചതിന് ശേഷം അത് മാറ്റി യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ ബാക്കി വെജിറ്റബിൾസ് ആഡ് ചെയ്യാം, ലൈക്ക് ക്യാരറ്റോ കിഴങ്ങോ എല്ലാം. ഞാൻ ഇവിടെ സോയ മാത്രമാണ് യൂസ് ചെയ്തത്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഇത് എങ്ങനെയുണ്ടെന്ന്